കാരശ്ശേരി മാഷേ, ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള ഒരു വനിത എന്ന നിലയ്ക്ക് ഗായത്രി വർഷയുടെ വാക്കുകൾക്ക് അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് അവർ പറയുന്നത്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു വിപ്ലവം നടത്തിക്കളയാമെന്ന മട്ടിൽ കേസിന് പോയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, പകരം അവർ തന്നെ അവസാനിക്കുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ പല കേസുകളായി കേട്ട് ഒരു നിരാശയിൽ നിന്ന് പറയുന്ന പ്രതികരണമായിരിക്കാം. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്നാണ് കാരശ്ശേരി മാഷ് പറയുന്നത്. ഇത് ക്രിമിനൽ ഒഫൻസ് ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മെറ്റീരിയൽ എവിഡൻസ് സർക്കാരിൻ്റെ പക്കലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഒരു പുതിയ സംരംഭം, ഒരു പുതിയ സംവിധാനത്തിലേക്ക് സർക്കാർ വരുന്നു എന്നുള്ളതുകൊണ്ട് ഈ തെളിവുകളെല്ലാം കയ്യിൽ വെച്ച് അത് എല്ലാ കാലത്തേക്കുമായി മൂടിപ്പോകട്ടെ, ആ ചരിത്രത്തിൻ്റെ ഭാഗമായി അങ്ങ് മൂടിപ്പോകട്ടെ എന്ന രൂപത്തിലേക്ക് നമുക്ക് കരുതാൻ സാധിക്കുമോ? സ്മൃതി, കേരളം എത്രയധികം സ്ത്രീവിരുദ്ധമായ ഒരു സംസ്ഥാനമാണ് എന്ന് കാണിക്കുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് വായിച്ചാൽ ഏത് മലയാളിയുടെയും തല താണുപോകും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ക്രിമിനലുകൾക്ക് അവരുടെ സ്വകാര്യത സൂക്ഷിക്കുക എന്ന ഒരു ആനുകൂല്യം മാധ്യമങ്ങളോ നിയമവ്യവസ്ഥയോ കൊടുക്കേണ്ടതുണ്ടോ? മറ്റുള്ള കാര്യങ്ങളിൽ കൊടുക്കാറില്ല. അപ്പോൾ ഒരു ബലാത്സംഗ കേസിൽ പ്രതിയായ ഒരാളുടെ പേര് കൊടുക്കും, അതിനേരെയായ ആളുടെ പേര് അതിജീവിത എന്നാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു 15 പേരുണ്ടെങ്കിൽ അതാരാണ് എന്താണ് എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. 4.5 കൊല്ലം ഈ റിപ്പോർട്ട് പുറത്തു വരാതെ സൂക്ഷിച്ചു എന്നുള്ളത് എൻ്റെ കണക്കിന് സർക്കാർ ചെയ്ത ഒരു ക്രിമിനൽ കുറ്റമാണ്. എന്താണ് നിങ്ങൾക്ക് ഇത്ര തിരക്ക് ഇത് കാണാഞ്ഞിട്ട് എന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ്റെ ചോദ്യം അങ്ങേയറ്റം നിരുത്തരവാദപരമാണ്. ഇത്തരം കാര്യങ്ങളിൽ ചില ദുരനുഭവങ്ങളുണ്ടായ ഗായത്രി സംസാരിച്ച് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അത് അവരുടെ നിലപാടിനെ പറ്റിയല്ല. അവർ ചോദിച്ചൊരു കാര്യം, മീറ്റു എന്ന് പറഞ്ഞ് പുറത്തു വന്ന ആളുകളോട് കേരളീയർ എങ്ങനെ പെരുമാറി എന്നുള്ളതാണ്. ഇതിനിപ്പോൾ ആദ്യം മറുപടി വരേണ്ട ആരാണ്? എൻ്റെ കണക്കിന് സിനിമാ രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാളിപ്പോൾ കെ പി ഗണേഷ് കുമാർ മന്ത്രിയാണ്, വേറെ ഒരാൾ മുകേഷ് MLA ആണ്, വേറെ ഒരാൾ സുരേഷ് ഗോപി അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ ഇവർ ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരാണ് ആദ്യം ഇതിന് മറുപടി വരേണ്ടത്. പിന്നെ ഗായത്രി പറഞ്ഞ തരത്തിൽ നമ്മുടെ സ്ത്രീകൾക്ക് എവിടെയും ഗവൺമെൻറ്റിലോ സമൂഹത്തിലോ മാധ്യമങ്ങളുടെ ഇടയിലോ കോടതിയിലോ ഒന്നും കൃത്യമായി നീതി കിട്ടുകയില്ല, അവർക്ക് തുല്യത അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്ന് വന്നാൽ നമ്മുടെ ജനാധിപത്യത്തിന് എന്താണ് അർത്ഥം എന്നെനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. കാരണം ഏറ്റവും പേരും പെരുമയും പണവും ഒക്കെയുള്ള വളരെ ഗ്ലാമറുള്ള ഒരു തൊഴിൽ മേഖലയാണ് സിനിമ. അവിടെ തന്നെ എങ്ങനെയാണെങ്കിൽ മറ്റ് വ്യവസായശാലകളിലും വ്യാപാരശാലകളിലൊക്കെ എന്താണ് സ്ഥിതി? ഇപ്പോൾ കോഴിക്കോട്ട് പെൺകൂട്ട് എന്നൊരു സംഘം പറയുമ്പോഴാണ് സത്യം പറഞ്ഞ കോഴിക്കോട്ടുകാരനായ ഞാൻ മനസ്സിലാക്കുന്നത്, ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ 8 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ ഈ 8 മണിക്കൂർ നിൽക്കുകയാണ്. അവർക്ക് ഇരിക്കാൻ ഒരു സ്റ്റൂളോ കസേരയോ ഇല്ല, അവർക്കവിടെ മൂത്രമൊഴിക്കാൻ ഒരു ടോയ്ലറ്റ് ഇല്ല എന്നൊക്കെയുള്ള കാര്യം. അത്ര, അതായത് എന്തൊക്കെ പുരോഗതി, എന്തൊക്കെ സാക്ഷരതയും പ്രബുദ്ധതയും പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ജോലിക്ക് വന്നാൽ അവൾ ഇരിക്കണ്ട, അവർക്ക് ബാത്റൂമിൽ പോണ്ട, അതിന് സൗകര്യം ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥിതി നമ്മുടെ പല നഗരങ്ങളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലും വ്യവസായശാലകളിലും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയ അന്നാണ് വലിയ ബഹളമായിരുന്നത്. അപ്പോൾ ഇതിനേക്കാളൊക്കെ കഷ്ടമാണ് വലിയ ഗ്ലാമറുള്ള, വലിയ താരാരാധന കിട്ടുന്ന ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ സ്ഥിതി. അതുകൊണ്ട് ഗായത്രിയുടെ നിരാശ തീർച്ചയായിട്ടും അവർ മാറ്റിവെക്കണം എന്നാണ് എനിക്ക് അവരോട് അപേക്ഷിക്കാനുള്ളത്. എന്താണ് കാരണം എന്ന് വിചാരിച്ചാൽ, ഇതിന് ഇനി പ്രത്യേകിച്ച് ഒരു പരാതി എഴുതി കിട്ടണം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്, ഞാൻ വിചാരിക്കുന്ന അങ്ങനെ, ഞാൻ ആരോപിക്കുകയാണ്, ഇവരാരും ഒരു രേഖാമൂലം ഒരു പരാതി എഴുതി കൊടുക്കാനിടയില്ല. 2 കാര്യമുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ അവർക്ക് ഭാവിയിൽ അവസരങ്ങൾ ഉണ്ടാവില്ല. മാത്രമല്ല
ഇവിടെ പലയിടത്തും ഗുണ്ടാ സംഘങ്ങളുണ്ട്, അവരുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കും. അതെ, ജീവന് അപ്പോ ഭീഷണിയുണ്ട് അവരുടെ എന്ന് അവസരങ്ങൾ പലരും പോട്ടെ, മൊഴി നൽകുമ്പോൾ അവരുടെ പറഞ്ഞതും ജീവൻ നമ്മുടെ തന്നെ മുന്നിലുണ്ട്. ഇപ്പോൾ ഷുക്കൂർ വക്കീലുണ്ട് ചർച്ചയിൽ. അതോടൊപ്പം തന്നെ തിലകന്റെ മകൾ സോണിയ തിലകൻ കൂടി ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ഒന്ന് വേഗം പൂർത്തിയാക്കാമോ മാഷേ? എന്നാൽ നമുക്കൊരു ഇടവേളയിലേക്ക് കൂടി പോകണം. അതെ, ഞാൻ ഒരു വാക്യം കൊണ്ട് പൂർത്തിയാക്കാം. അപ്പം തീർച്ചയായിട്ടും ഇത് കേരളീയ സമൂഹത്തിന് വന്ന ഈ അടുത്ത കാലത്ത് ഇത്രയും നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഗതി എൻ്റെ ഓർമ്മയിലില്ല. കാരണം നമുക്ക് സ്ത്രീകളോട് പെരുമാറാൻ, അവരെ ബഹുമാനിക്കാൻ, അവരെ തുല്യനിലയിൽ കാണാൻ സാധിക്കാത്ത മട്ടിൽ അവരോട് എന്തും ചെയ്യാൻ സാധിക്കും എന്ന് നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവിഷ്കാരമാണ് സിനിമ. ഇവരൊക്കെ പുറത്തിറക്കുന്ന സിനിമകളിലൊക്കെയുള്ള സന്ദേശം എന്താണ്? അത് സ്ത്രീകളെ ബഹുമാനിക്കുന്നതും തുല്യനിലയിൽ പെരുമാറുന്നതും അനീതിക്കും അക്രമത്തിനെതിരായി പോരാടുന്നവരും. ഈ സിനിമകളിൽ അനീതിക്കും അക്രമത്തിനും അന്യായത്തിനുമെതിരായിട്ട് പോരാടുന്ന നമ്മുടെ ഹീറോകളാണ്, നമ്മളെ വീരപരാക്രമികളായിരിക്കാം ഈ 15 ആളുകൾ എന്ന് പറഞ്ഞാൽ ഉൾപ്പെട്ടിരിക്കുക. എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഊഹം പറയാണ്. തീർച്ചയായിട്ടും അവരുടെ പേര് വിവരം പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ പണി എന്ന് ഞാൻ വിചാരിക്കുന്നു. സർക്കാർ ഇവിടെ പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ്. ഇനിയിപ്പോൾ ഒരു പ്രാഥമിക അന്വേഷണമെങ്കിലും ഇതിൽ നടത്തേണ്ടതാണ്. ആരെങ്കിലും പരാതിപ്പെട്ടാൽ മതി സർക്കാരിന് കേസെടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു പരാതി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പോയിട്ടുമുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.